ആറ്റിങ്ങലിലെ എൻഡിഎ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതായ ആക്ഷേപം. വോട്ട് അഭ്യർത്ഥിച്ച് പ്രചാരണ ബോർഡുകളിൽ ദൈവങ്ങളുടെ ചിത്രങ്ങൾ, മതപരമായ ചിഹ്നങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കരുതെന്ന നിർദ്ദേശമുണ്ടായിരിക്കെ കടുത്ത ചട്ടലംഘനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. വി.എസ്. അനുരാഗ് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുരാഗ്. കാവ്യ, ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വർക്കലയിലാണ് ഈ ഗുരുതര തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം BJP കാട്ടിയിരിക്കുന്നത്. ഫ്ലെക്സ് ബോർഡുകൾ, ഈ വോട്ട് അഭ്യർത്ഥിച്ചുള്ള ഫ്ലെക്സ് ബോർഡിൽ വിഷ്ണു വിഗ്രഹം ചേർത്തുള്ള ഒരു ഫ്ലെക്സുകളാണ് പലയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ഫ്ലെക്സിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിയും അവിടുത്തെ NDA സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരൻ്റെയും ചിത്രം അതിലുണ്ട് എന്നുള്ളതാണ്. ഗൗരവതരമായ ചട്ടലംഘനം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അറിയാവുന്നതാണ്. അതിനൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന ആ സമയത്ത് തന്നെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം വ്യക്തമായി തന്നെ നടത്തിയതാണ്. ജാതിയും മതവും പറഞ്ഞുള്ള വോട്ട് അഭ്യർത്ഥനയൊന്നും പാടില്ല, അതെല്ലാം ഗൗരവതരമായ ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പരാതി നൽകാൻ തന്നെയാണ് CPIM തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡലം കമ്മിറ്റി അല്പസമയത്തിനകം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ തരത്തിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വിഗ്രഹം ചേർത്തുള്ള ഫ്ലെക്സ് ബോർഡുകൾ നൽകിയ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് അപലപനീയം എന്നുള്ള കാര്യം തന്നെയാണ് CPM വ്യക്തമാക്കുന്നത്. അതിൽ എന്തായാലും അല്പസമയത്തിനകം പരാതി കൂടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അനുരാഗ, ശ്രദ്ധക്കുറവല്ല, ബോധപൂർവം തന്നെയാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കണം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ഫ്ലെക്സ് ബോർഡുകൾ അബദ്ധവശാലല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഇതിൽ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി കൂടിയാണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ എല്ലായിടങ്ങളിലും ഈ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് വിവാദമായതിന് പിന്നാലെ പോലും ഇത് മാറ്റാനുള്ള ഒരു മനസ്സവർ കാട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ടാണ് BJP മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇതിൽ പരാതി നൽകുമ്പോൾ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ കൂടി സംശയമില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടം കൃത്യമായി തന്നെ പാലിക്കും എന്നുള്ള കാര്യം നേരത്തെ തന്നെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു തരത്തിലും ലംഘിക്കാൻ അല്ലെങ്കിൽ ലംഘനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ കർശനമായ നടപടി എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ നിയമത്തെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടാണ് BJP ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കുന്നു, സ്ഥാനാർത്ഥിയുടെ കേന്ദ്രമന്ത്രി കൂടിയായ ഈ സ്ഥാനാർത്ഥിയുടെ ചിത്രം ഉപയോഗിക്കുന്നത്, അതിനു മുകളിലായാണ് ഈ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. അതിലൊപ്പം ഭാരതത്തിന്റെ വലിയേട്ടൻ ഒരു വോട്ട് എന്നുള്ള കാര്യമാണ് അതിൽ ക്യാപ്ഷനായി നൽകിയിരിക്കുന്നത്. അങ്ങനെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ തന്നെയാണ് പലയിടങ്ങളിലും BJP ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിക്കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ നടപടി അല്പസമയത്തിനകം ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം മനസ്സിലാക്കുന്നത് വലിയ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ നിലയ്ക്ക് എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയുടെ അടക്കം NDA സ്ഥാനാർത്ഥിയുടെ അടക്കം റോഡ് ഷോ ഉൾപ്പെടെയുള്ള രണ്ടാം ഘട്ട പ്രചാരണ പരിപാടികളൊക്കെയും ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. പരാതി ഉണ്ടാകും, നടപടി ഉണ്ടാകും എന്ന ആ ഒരു ബോധ്യം ഉണ്ടായിട്ട് തന്നെ ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റാനോ അല്ലെങ്കിൽ വിവാദമുണ്ടായ ഘട്ടത്തിൽ പിൻവലിക്കാനോ തയ്യാറാകാത്ത ഈ ഒരു നടപടിയെയും ഇപ്പോൾ വലിയ തോതിൽ വിമർശനം ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഏത് ഘട്ടത്തിലാണ് ഇവർക്ക് ഈ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി അവർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ഇത്തരത്തിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടേണ്ടി വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഗതികേട് എന്ന് തന്നെ പറയേണ്ടി വരും. ആ തരത്തിൽ എന്തായാലും അവർക്ക് ഇടപെടേണ്ടി വരില്ല. ഈ ഘട്ടത്തിൽ ഈ വി മുരളീധരനെ നമുക്കറിയാം. വി മുരളീധരൻ എന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ഏതൊക്കെ തരത്തിൽ വികസനം വരികയാണെങ്കിലും അതിനെ തുരങ്കം വെച്ച് അതിനെ മുടക്കുക എന്നുള്ളതാണ് വി മുരളീധരൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾ, വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എന്തായാലും വി മുരളീധരനെ അവഗണിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിൽ ഉള്ള വിഗ്രഹങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടേണ്ട ഒരു അവസ്ഥയിലേക്ക് BJP എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഗൗരവതരമായ ചട്ടലംഘനമാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിലെന്തായാലും നടപടി ഉണ്ടാകും. ഈ തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെ ഒക്കെ ഇത്തരത്തിൽ ജനങ്ങളിലേക്ക്
ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അവരെ വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഒരുമിച്ച് അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. എല്ലാവർക്കും വികസനം നൽകേണ്ടത് ഇത്തരത്തിൽ ജാതിയും മതവും തിരിച്ചല്ല, എല്ലാ സാധാരണക്കാർക്കും അല്ലെങ്കിൽ മനുഷ്യർക്ക് ഒരുമിച്ചാണ് ഈ വികസന പ്രവർത്തനത്തിലൂടെ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകേണ്ടത് എന്നുള്ളതാണ് ഓരോ ആളുകളുടെയും വിശ്വാസം. അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥി അടക്കം ആ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്, പ്രചരണം നടത്തി മുന്നോട്ട് പോകുന്നത്. അവിടെ ഇത്തരത്തിൽ BJP എന്തുകൊണ്ടാണ് ഇങ്ങനെ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ആ തരത്തിൽ അവർ പ്രചരണം നടത്തുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. എന്തായാലും അത് ചോദ്യത്തിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ളതാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൗരവതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികളെ പോലെ ഏതെങ്കിലും താഴേക്കടയിലുള്ള സ്ഥാനാർത്ഥിയല്ല, കേന്ദ്രമന്ത്രി കൂടിയാണ്, ആ ഒരു പദവിയിൽ കൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് V മുരളീധരൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ആ തരത്തിൽ ഗൗരവം വർദ്ധിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഇതിൽ നേരത്തെ കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദമാകുമ്പോഴും ഇത് മാറ്റാനുള്ള ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് BJP കടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങളും ചർച്ചകളിലേക്ക് നമ്മൾ ഈ വിഷയത്തിൽ പോകുകയാണ്. ശ്രീ M വിജയകുമാർ, ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. പ്രചാരണ രംഗത്ത് ബഹുദൂരം പിന്നിലാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥികൾ വിവിധ മണ്ഡലങ്ങളിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘട്ടമാണ്. മതം പറഞ്ഞല്ലാതെ പിന്നെ എങ്ങനെ കേരളത്തിൽ വോട്ട് തേടും എന്നുള്ളതിൽ ഇപ്പോഴും BJPക്ക് ഒരു വ്യക്തതയില്ല എന്ന് തോന്നുന്നു. നടപടി ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് BJP ഇങ്ങനെ? അവിടെ പാർലമെന്റിൽ ട്രിവാൻഡ്രത്ത് കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖരനും ആറ്റിങ്ങൽ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരനുമാണ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. രണ്ടുപേരും BJPയുടെ നേതാക്കളും കേന്ദ്രമന്ത്രിമാരുമാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഈ രണ്ട് സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പാലിക്കാതെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് തുടക്കം മുതൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇത് രണ്ടും ഇലക്ഷൻ കമ്മീഷന്റെ തന്നെ മുമ്പിൽ പരാതിയായിട്ട് പോയിട്ടുള്ള കാര്യമാണ്. ഇപ്പോ ഒന്ന് കേന്ദ്രമന്ത്രി എന്ന കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നു അതാണ് ആദ്യമേ ഉണ്ടായത്. ഇപ്പോഴാണെങ്കിൽ ഒരിക്കലും തെരഞ്ഞെടുപ്പിൽ പാടില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഒന്ന് ഈ മതപരമായ കാര്യങ്ങൾ, ദൈവങ്ങളെ ഉൾപ്പെടെ ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പ്രചരണമാണ് നടത്തുന്നത്. അത് ആറ്റിങ്ങൽ V മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ട്രിവാൻഡ്രത്ത് രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ അവരുടെ ഇപ്പോൾ പത്രങ്ങളിൽ വന്നൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടക്കുമ്പോൾ ഇത്തരം ചിത്രങ്ങൾ, ദൈവങ്ങളുടെ ചിത്രങ്ങൾ, മതപരമായ ചിത്രങ്ങൾ, ചിഹ്നങ്ങളെല്ലാം വെച്ചുകൊണ്ട് പൂജകൾ നടത്തിക്കൊണ്ടാണ്. അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. തുടക്കത്തിൽ തന്നെ ഇത് തടയേണ്ടതാണ്. അത് ആ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. നന്ദി ശ്രീ M വിജയകുമാർ പ്രതികരിച്ചതിന്. അനുരാഗ്, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ തന്നെ മത്സരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. NDAയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലാണ്. അവിടെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടാകുന്ന ഒരു ഘട്ടം, മറ്റു പാർട്ടികൾ, മുന്നണികൾ എല്ലാവരും പരാതിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതീവ ഗൗരവമുള്ള ഒരു സ്വഭാവത്തിലേക്ക് ഇപ്പോൾ ഈ സംഭവം മാറുകയാണ്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച പരിചയമില്ല. കാരണം അവർ ഒരു സ്ഥാനവും ഇവിടെ വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഇറങ്ങിയൊരു പരിചയം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർ അവിടെ സ്വീകരിക്കുന്ന ഒരു നടപടി ഇത്തരത്തിൽ ജാതീയമായി അല്ലെങ്കിൽ മതപരമായി ഈ വോട്ടുകളെ കേന്ദ്രീകരിക്കാനുള്ള ശ്രമമാണ്. അതിലാണ് നേരത്തെ M വിജയകുമാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായാലും ആറ്റിങ്ങലിലെ NDA സ്ഥാനാർത്ഥിയായാലും ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. ഇത് ഗൗരവതരമായ അല്ലെങ്കിൽ നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം തന്നെയാണ് എന്നുള്ളതാണ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തി, ആദ്യമായി തന്നെ ഈ കേന്ദ്രമന്ത്രിയായ ശേഷം ആദ്യമായി തന്നെ തിരുവനന്തപുരത്തെത്തി, ഒരു സ്ഥാപനത്തിലെത്തി. തിരുവനന്തപുരത്തെ 10 കോളേജുകൾക്ക് AAയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. അവിടെ പോലും അത് കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് താൻ പ്രഖ്യാപിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും അവിടെ ആ ഒരു പ്രസന്റേഷൻ നിൽക്കുമ്പോൾ ആ സ്ക്രീനിൽ കാട്ടിയത് വോട്ട് ഫോർ NDA എന്നുള്ള ഒരു കാര്യമാണ്. അവിടെ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചട്ടലംഘനം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ തരത്തിൽ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം നടത്തിക്കൊണ്ട് തന്നെ ചട്ടലംഘനം
ലംഘനം നടത്തിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിലും ജയിക്കുക എന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്, നടപടി. പക്ഷേ അതിനെ എന്തായാലും ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യും, ആ തരത്തിൽ നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നിയമവഴിയിൽ തന്നെയാണ് ഇപ്പോൾ CPM മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പരാതി നൽകുമെന്നുള്ള കാര്യം CPIM വ്യക്തമാക്കിയിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റിയാണ് പരാതി നൽകുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആ പരാതി ലഭിച്ച ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. കാരണം നേരത്തെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയതാണ്, ഏത് തരത്തിലുള്ള ചട്ടലംഘനം കണ്ടാലും അതിൽ കൃത്യമായി നടപടിയെടുത്ത് മുന്നോട്ട് പോകും എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന ഇത് അപലപനീയമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിൽ തന്നെയാണ് പൊതുസമൂഹത്തിൽ അഭിപ്രായം ഉയർന്നു വരുന്നത്. ശരി, അനുരാഗ് VS. അനുരാഗാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദ വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ പരാതികളും നടപടികളും ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്.